ഇവിടെ രാവിലെ ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയാന്ന്. അപ്പൊ നമ്മുടെ കൈതമുക്ക് പാലത്തിനോട് ഭയങ്കര ആൾക്കൂട്ടം. ഇവിടെ പുഴയൊരു ബോഡി എന്ന് അപ്പൊ ആരാന്നറിയാൻ പറ്റില്ല. അറിഞ്ഞപ്പോ തന്നെ കരിങ്കൊടി മേടിക്കാൻ വേണ്ടി ഞാൻ ആളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആരുടെയാണ് അറിയാൻ പാടില്ലെന്ന്. ഇനി തമിഴനാണോ ബംഗാളിയാണോ മലയാളിയാണോ ആരാന്നൊരു പിടിയും കിട്ടണില്ല. കമന്ന് കിടക്കുക. ഇനി ആരും കൊന്നുകൊണ്ടിട്ടാന്ന് എനിക്കറിയില്ല കേട്ടാ. ഇനി സ്വയം ആത്മഹത്യ ചെയ്താണെന്നോ എന്താണെന്നൊരു പിടിയില്ല. എന്ത് നീ ഫോൺ വെച്ചേ എസ് ഐ വരുന്നുണ്ട് ഇങ്ങട്ടെ. മിക്കവാറും എൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓടെ കണ്ടോര് ഇറങ്ങി മതി ബൈ ഇറങ്ങ ഇതിനകത്തോട് ഇത്ര അടുത്ത് കണ്ടോണ്ടിരുന്നപ്പോഴാ സാർ പുറകിൽ വന്ന് പേടിപ്പിക്കുന്ന. അത് ഇപ്പോഴെന്താ അവസ്ഥ എന്താ? അത് പട്ടിണിയും വഴിപോട്ടമാണ്. ശമ്പളം കിട്ടിയില്ല. പിന്നെ സാറിന് അറിയാമല്ലോ, ഇന്നലെ കടം മേടിച്ചിട്ടാണ് ഒരു സാധനം എടുത്തത്. അതിന്റെ ഷെയർ തന്നിട്ടില്ല. അത് ഏത് അവസ്ഥ? നമ്മുടെ അവസ്ഥയല്ലേ. അതല്ലടോ ചോദിച്ചേ, ഇപ്പൊ ഇവിടത്തെ അവസ്ഥ എന്നായിരുന്നു? ബോഡിയുണ്ട്, ശ്വാസമില്ല. ആ ബോഡിയുണ്ട്, കൊളുത്തില്ലെന്ന് പറഞ്ഞ പോലെ. അത് ഇതാണോ പെണ്ണാണോ ശരിക്കും? ഇത് കമന്ന് കിടക്കുക കള്ള. ഇപ്പൊ ബോഡി എവിടെയാ കിടക്കുന്നത് സാറേ? ഇപ്പൊ ബോഡി ഒന്നാമത്തെ പില്ലറിന്റെ അവിടെ കിടക്കുന്നത്. അത് നമ്മുടെ സ്റ്റേഷൻ പരിധിയാണ് ആണല്ലോ. കാറ്റടിക്കുമ്പോ അത് ഇങ്ങോട്ട് ഒഴുകി വരും. അങ്ങോട്ട് കാറ്റടിച്ചാൽ അത് അങ്ങോട്ട് ഒഴുകി പോകും. അപ്പൊ അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും പറഞ്ഞ് കിടക്കുകയാണ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ സാറേ മുങ്ങണ്ടേ? മുങ്ങാനോ? ഇതിവിടെ ഇട്ടിട്ട് നമ്മൾ ഇനി മുങ്ങാൻ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകൂലോ. ഈ ഇവിടുന്ന് മുങ്ങുന്ന കാര്യമല്ലെന്ന്. മുങ്ങി എടുക്കണ്ടേ? അത് മുങ്ങി എടുക്കണം. അങ്ങനെ അതിന് മുങ്ങൽ വിദഗ്ധനെ വിളിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം റെഡിയാണോ? കേശവനോ? പിന്നെ ഉള്ളി വരും. ഇപ്പം വന്നാ രക്ഷപ്പെട്ടു. അപ്പൊ എനിക്ക് താമസിക്കുന്നു പറഞ്ഞു കേട്ടോ. അതെന്താ? പിള്ളേരോടെ മഴയത്ത് കണ്ടത്തിൽ എന്തൊക്കെ ഫുട്ബോൾ കളിച്ചെന്നും പറഞ്ഞ് പുള്ളിക്ക് ജലദോഷം എന്നൊക്കെ പറയുന്നത് ആണോ? നേരത്തേക്ക് വന്നാൽ കാരണം നാളെ എനിക്കൊരു കല്യാണം ഉള്ളതാ. എനിക്ക് നാളെ കോടതിയിലും പോകണം. ഇതിനൊക്കെ പോകേണ്ടതല്ലേ? കാരണം ഇന്ന് ഇപ്പൊ ഈ ബോഡി നമ്മുടെ അതിർത്തിയിലാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമോ? അത് പറ്റത്തില്ല. പോസ്റ്റ്മോർട്ടം അതുപോലെ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊക്കെ അറിഞ്ഞിട്ടില്ല നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. നേരത്തെ ഒന്ന് വന്നാൽ മതിയായിരുന്നു പുള്ളിക്കാരൻ. വരുന്നുണ്ട്. സാറേ, നമ്മളെ മുന്നിൽ നിന്നും പന്തിയെ കുടിക്കുന്ന കണ്ടില്ലേ? ചോദിക്കും സാറേ. അയ്യോ, ഞാൻ ചോദിച്ച അവൻ തന്നില്ലെങ്കിൽ ഞാൻ ചമ്മി പോവില്ലാതെ. അതല്ലെന്ന് പെറ്റി അടിക്കണ്ടേ? ഇങ്ങനെ പെറ്റി അടിച്ച അകത്ത് കൊണ്ടിട്ട് താൻ മുങ്ങ എടുക്കുവോ? ഇല്ല. മിണ്ടല്ലോ. കേശവ, അതൊന്നുമില്ല. പിന്നെ എനിക്ക് വന്നേ. അതെ, നല്ല അടിയൊഴുക്കുള്ള പുഴയാ. പ്രശ്നമാവും സാറേ. ഈ പുഴയെന്ന് പറഞ്ഞല്ലേ എന്റെ അമ്മയാണ്, അറിയാവോ? ശരിയാ, ഷേപ്പുണ്ട്. അതല്ലെന്ന് എനിക്ക് എന്തെങ്കിലും വിഷമം തോന്നിക്കഴിഞ്ഞാൽ എന്നെ തലോടും. അത് പുഴയാ? എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞാൽ എന്നെ ഊട്ടും. സാറേ, ഇത് പുഴയാണോ അതോ പോറ്റി ഹോട്ടലാണോ? എന്താ സാറേ ഇപ്പൊ എന്താ പ്രശ്നം ഇവിടെ? അതെ, ഇതിപ്പോ കിടക്കുന്നത് ഒന്നാമത്തെ പില്ലറിന്റെ അടുത്താണ്. എന്താ? ഒന്നാമത്തെ പില്ലറിന്റെ അടുത്താണ് കിടക്കുന്നത്. അപ്പൊ പില്ലർ നമുക്കൊരു കേടുപാട് സംഭവിക്കാതെ എടുക്കണം. ഈ പില്ലറിന്റെ കേടുപാടിന് എന്നെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? അത് വല്ല മേസ്തിരിമാരെ വിളിക്കണം, അവരല്ലേ റെഡിയാക്കേണ്ടത്. സാറേ, ഞാൻ ഒരു മേസ്തിരി പോയി വിളിച്ചിട്ട് വരട്ടെ? അതല്ലെന്ന്. എന്താണ് ഈ ഒന്നാമത്തെ പില്ലറിന്റെ അവിടുന്ന് പൊക്കി എടുക്കണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. എന്റെ പൊന്ന് സാറേ, ഞാൻ എങ്ങനെ ഈ പില്ലർ പൊക്കി എടുക്കണത്? എനിക്കതിന് പറ്റുമോ? എനിക്ക് അതിന് വേറെ വല്ല JCB പില്ലറൊക്കെ വിളിക്കേണ്ടി വരും. ശവോ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് മിടി കിട്ടിയോ? ഈ ഒന്നാമത്തെ പില്ലറിന്റെ അടുത്താണ് ഈ ബോഡി വന്ന് കിടക്കുന്നത്. അപ്പം വന്ന് കിടക്കുന്നത്? അതെ. ഇത് നമ്മൾ എടുത്തിട്ട് ഈ രണ്ടാമത്തെ പില്ലറിന്റെ അങ്ങോട്ട് മാറ്റിയിടണം. അതായത് ഇപ്പൊ സാറിന്റെ സ്റ്റേഷൻ പരിധിയിലാണ് ഈ ബോഡി കിടക്കണത്. അതെ. അപ്പൊ ഞാനിത് ഇപ്പഴത്തെ സ്റ്റേഷന്റെ പരിധിയിലേക്ക് മാറ്റണം. ഒരു പ്രശ്നമുണ്ട്. അവിടുത്തെ SI സാറിന്റെ ഭാര്യയാണ്, അറിയാലോ. ഇടിച്ച് കൂമ്പ് കാട്ടിക്കളയും, അറിയാലോ. അത് വേണം അവക്ക്. അതിനു വേണ്ടി അങ്ങോട്ട് നീക്കിയിടാൻ പറഞ്ഞത്. ഇവള് കിടന്ന് അനുഭവിക്കണം. അതറിയാവോ? ഇത് ഇവിടെ കിടന്നു കഴിയുമ്പോ ഇത് ഇവിടെ സ്റ്റേഷൻ പരിധിയാണല്ലോ. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇവള് അറിയണല്ലോ. ഇവള് ഇൻകോസ്റ്റ് പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞ് ഓടി നടന്ന് തലയ്ക്ക് പ്രാന്ത് പിടിച്ച് നടക്കണത് എനിക്ക് കാണണം. അതിനു വേണ്ടിയാണ് അങ്ങോട്ട് നീക്കിടാൻ പറഞ്ഞത്. സാറേ, ഒരു കാര്യം പറയട്ടെ. സാറ് വിളിക്കുന്ന സമയത്ത് ഞാൻ കുളിക്കായിരുന്നു. എന്താ കാര്യം എന്ന് അറിയാനായിട്ട് ഞാൻ ഓടിപ്പിടിച്ച് പോരുന്നത്. ഇട്ടില്ല. പൗഡറാണോ? അതല്ല സാറേ, എനിക്ക് ഇട്ടില്ലെന്ന്. ബനിയൻ അകത്തിരുന്ന ബനിയനെ? അതല്ലെന്ന്. ലിക്വറാണോ? ലിക്കറല്ല, നിക്കർ ഇട്ടിട്ടില്ലെന്ന് ആ സമയത്ത്. കുഴപ്പമില്ലെന്ന് ധൈര്യമായിട്ട് ചാടിക്കോ. താനല്ല പറഞ്ഞ തന്റെ അമ്മയാ പുഴാന്ന്. പിന്നെ ധൈര്യമായിട്ട് ചാടാലോ. പുഴ അമ്മയാണ്, പക്ഷെ അതിൽ കിടക്കണ മീനേ എന്റെ അളിയന്മാരൊന്നുമില്ല. അത് ശരിയല്ലോ, ഒരു ചാടാൻ നോക്ക്. ഇറങ്ങ്. എങ്ങനെയല്ലേ എന്തെങ്കിലും ചെയ്തൊന്ന് മാറിക്കേ. നിങ്ങൾ മാറിക്ക. അപ്പൊ ഞാൻ എടുത്ത് അങ്ങോട്ട് സംഭവിക്കാൻ പോയാണ് കേട്ടാ. റെഡി ആയിക്കോട്ടെ. ധൈര്യമായിട്ട് അതിലിറങ്ങി അങ്ങനെ പതുക്കെ അങ്ങ് ചാടാം. അങ്ങനെ ചാടാവോ?
അമ്മേനെ അടുത്ത് പോയണ്ടോ? സാറേ അപ്പുറത്തെ സ്റ്റേഷൻ പരിധിയിൽ എസ് ഐ വരുന്നുണ്ട്. ഞാന് മിക്കവാറും എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല, എന്നാ ചോദിക്കാനാ? ബോഡി ചീഞ്ഞോ? ആ ചെറിയൊരു മണമുണ്ട്. മാഡം എനിക്ക് പറയാൻ അധികാരമില്ല. ഞാനൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ തമ്മിൽ പേഴ്സണൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം, പക്ഷേ ഒഫീഷ്യൽ കാര്യത്തിൽ അങ്ങനെ ഇടപെടരുത്. നിങ്ങൾ ഭാര്യയും ഭർത്താവും പ്രശ്നം ഉണ്ടാവും, പക്ഷേ ഇവിടെ അതല്ല, ഇത് സർക്കാരിന്റെ കാര്യമാണ്. ഇവിടെ താൻ എന്തറിഞ്ഞിട്ട് പറയാടൂ? ഞാൻ എത്ര നാളുകൊണ്ട് ഇങ്ങനെ ഒരു ഡിവോഴ്സ് ആവശ്യപ്പെടുവോന്നറിയാവോ? എന്നെ കോടതി കയറ്റി ഇറക്കുമല്ലാതെ ഇന്ന് വരെ ഇങ്ങനെ എനിക്ക് ഡിവോഴ്സ് വന്നിട്ടില്ല. ഈ നിൽക്കുന്ന എസ് ഐ അല്ലേ സാറേ അത്? എസ് ഐ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലേ, വേറെ ഒന്നും കൊണ്ടല്ലോ പറഞ്ഞത്. എന്തോന്ന് നിങ്ങൾക്ക് അയാൾ ചന്ദ്രശേഖരനായിരിക്കും, എനിക്ക് അയാൾ വെറും പഴം പുഴുങ്ങി. എന്തോ ചമ്മി, അവള് ചമ്മി. അവള് ചമ്മി. ഞാനിത് പറഞ്ഞ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി. എനിക്കൊന്നും മനസ്സിലാക്കാനില്ല. എനിക്ക് ഇയാളോട് എനിക്കൊന്ന് സംസാരിക്കും. ഇയാൾ കോണെന്ന് തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. നിങ്ങൾക്കറിയാം, രണ്ടുപേരും എസ് ഐ അല്ലേ? നിങ്ങൾ എപ്പോഴും ഡിവോഴ്സ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒന്നുമില്ലേ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറ്റി ഒന്ന് ചിന്തിക്കുക. താനിത് എവിടുത്തെ പി സി ആടോ? നമുക്ക് കുഞ്ഞുങ്ങളുണ്ടോ? കിടങ്ങാന്നൊന്നും വിളിച്ചാക്കല്ലോ. ഇല്ല, വിളിക്കാം. അങ്ങനെ കുട്ടികളുണ്ടാവും. കല്യാണത്തിന് അന്ന് ഇവിടെ കണ്ടതാ, ഇവിടെ വെച്ചാ കാണാം. അയ്യോ, അപ്പൊ 3 വർഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? എടോ ഇയാളെന്ന് മനസ്സിലാക്ക്. എനിക്ക് കന്യാകുമാരി പോസ്റ്റിംഗ് ആണെങ്കിൽ ഇയാൾക്ക് കാസർഗോഡായിരിക്കും പോസ്റ്റിംഗ്. ഇനി ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒരുമിച്ച് വരുവാണെങ്കിലോ എനിക്ക് ഡേ ഡ്യൂട്ടി ആണെങ്കിൽ ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടി. പിന്നെ എങ്ങനെ പിള്ളേരുണ്ടാവുന്ന? അങ്ങനെ ആകുമ്പോ എന്നാ നൈറ്റ് ഡ്യൂട്ടി ഒരു കാര്യമായിരുന്നു. രണ്ടാമത്തെ പില്ലറിന്റെ അടുത്താണ് ബോഡി കിടക്കുന്നത്. നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയാണ്, നിങ്ങൾ ചെയ്തു. നമുക്ക് രണ്ടാമത്തെ പില്ലർ ആണെങ്കിൽ നമ്മുടെ അവസ്ഥയാണ്. സാറേ കഷ്ടപ്പെട്ടു. ഇത് മറ്റേ കേശവനല്ലേ? സാറേ സാറ് പറഞ്ഞ പോലെ തന്നെ ബോഡി ഞാൻ രണ്ടാമത്തെ പില്ലറിന് അങ്ങോട്ട് തള്ളിയിട്ടുണ്ട്. ഒരു സാറിഞ്ഞ് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ഇടങ്ങേറായി പോയിട്ടാ, എന്ത് പാട് കഴിച്ചെന്നറിയാവോ അങ്ങോട്ട് തള്ളി വിടാനായിട്ട്. ഇനി സാറിന് ഒരു പ്രശ്നം ഉണ്ടായി. ഇങ്ങനെ വന്നേ, ശരിക്കും ബോഡി നമ്മുടെ സ്റ്റേഷൻ പരിധി തന്നെ കിടന്നു. അതിങ്ങനെ പിടിച്ചു കിടക്കുക, ഞാൻ കറക്കിയാണ് അങ്ങോട്ട് വിട്ടുകൊടുത്ത സാധനം. ആണോ കേശവ? ആണോ? അങ്ങനായിരുന്നോ? കറക്കിയാണോ വിട്ടതെന്ന്? ഈ ഇതുണ്ടല്ലോ ഏത് ഈ കുത്തൊഴുക്കുരം ഈ കാറ്റടിക്കുമല്ലോ. കാറ്റടിക്കുമല്ലോ. കാറ്റടിച്ചപ്പോ അങ്ങനെ കറങ്ങി അങ്ങോട്ട് പോയി. കിഴങ്ങോ? ചുമ്മാ അല്ല ഇയാളെ ഞാൻ കിഴങ്ങാന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലേ ഇപ്പൊ എന്താ വിളിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ പില്ലറിന്റെ അടുത്താണ് ബോഡി കിടക്കുന്നത്. ഞങ്ങളുടെ പില്ലറിന്റെ അടുത്തോ? അതിനൊന്നുകൂടെ കേശവ സത്യം പറ. പറഞ്ഞിട്ടാ അത് ഞാനൊരു രസിയാണ്. നിയമവും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. നിങ്ങളിപ്പോ ഇതെന്താ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ? എന്റെ അമ്മാവന്റെ മോൻ വിജിലീഷിന്റെ കല്യാണത്തിന് എന്നെ വിടാതിരിക്കാൻ പറ്റില്ലേ നിങ്ങൾ ചെയ്തത്? എടി, ആ വിജിലീഷിന്റെ കല്യാണം എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ജൗളിക്കട പോയി നല്ലൊരു 1 തുണി എടുത്ത് തയ്ച്ച് റെഡിയാക്കി വെച്ചോക്കെ. അതുകൊണ്ട് ഞങ്ങൾ പോകും. ആര് പോകും? ഞാൻ പോകും. പോകത്തില്ല. പോകത്തില്ല. ഞാൻ പോകും. ഈ ബോഡി തിരിച്ച് മറ്റേ പില്ലറിലൊക്കെ ആക്കുന്ന നിങ്ങൾക്ക് നല്ലത്. ഇല്ല, ആക്കത്തില്ല. ഞാൻ കല്യാണത്തിന് പോകും. നിങ്ങൾ കല്യാണത്തിന് പോകത്തില്ല. നീയും പോകത്തില്ല. നിങ്ങൾ കല്യാണത്തിന് ഇപ്പൊ ഞാൻ ഒരു ബോഡി അവിടെ നിന്ന് മാറ്റി നിൽക്കുന്നത്. നിങ്ങൾ കൂടി ഞങ്ങൾ ചാടിക്കഴിഞ്ഞാൽ 2 ബോഡി കൂടി ഞങ്ങൾ മാറ്റിയാണ്. ഏത് പോകും? ഞങ്ങൾ പിന്നെ നിങ്ങളിപ്പോ ചാടിക്കാൻ കഴിഞ്ഞാൽ തല്ലി പിടിച്ച് അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ കേശവ എന്താ ഒരു പോംവഴി വെച്ചാൽ അത് പറ. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സാറിനും കല്യാണത്തിന് വേണം, സാറിനും എനിക്ക് കല്യാണത്തിന് അത്രയുള്ള വിഷയം. അത് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഈ ശവം നേരെ തള്ളി അറബിക്കടലിലേക്ക് വിട്ടോളാം. അപ്പൊ അറബി പോലീസ് നോക്കിക്കോളൂല്ലോ. നമുക്ക് പിന്നെ ബാധ്യതയില്ല. അറബി പോലീസ് അത് ശരിയാ സാറേ, അറബി പോലീസ് നോക്കിക്കോ. ബാക്കി കാര്യം നമ്മൾ ഒന്നും ഇടപെടേണ്ട കാര്യമില്ല. സാറിന് കല്യാണത്തിന് പോകാം. പക്ഷെ എനിക്ക് സമ്മതമാണ്. പുള്ളിക്കാരന് സമ്മതം, പുള്ളിക്കാരത്തിന് സമ്മതമാണെന്ന് അറിയണ്ടേ? എന്താ അങ്ങനെ ചെയ്യട്ടെ? എന്നാ പിന്നെ എനിക്ക് വിജിലീഷിന്റെ കല്യാണത്തിന് എന്തായാലും പോണം. എനിക്ക് സമ്മതമാ. 2 പേർക്ക് സമ്മതമാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അങ്ങോട്ട് ഞാൻ തള്ളി വിട്ടോട്ടെ. ഒരു വേറെ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ജനപ്രതിനിധി എന്തെങ്കിലും കാര്യത്തിൽ ചൊറിയും, പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മൊത്തം ആൾക്കാരും അറിയും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാരും പ്ലാനും പദ്ധതിയും ഞാൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഉള്ളപ്പോ ഒരു കള്ളത്രവും നടക്കില്ല. ഒരു സത്യസന്ധനായ ജനപ്രതിനിധി ഇവിടെ ഉള്ളപ്പോൾ ഒരു ഉടായ്പ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കിടക്കുന്ന ബോഡി ആരെങ്കിലും കൊന്നതാണോ, ഇവൻ ആത്മഹത്യ ചെയ്താണെന്ന് അറിയണ്ടേ? അല്ല, ഇപ്പൊ ഞാനെന്താ ഇപ്പൊ ചെയ്യേണ്ടത്? നീ എന്താണ് ചെയ്യേണ്ടത്? നോക്കി നിൽക്കാതെ ഈ ബോഡി അറബിക്കടലിലേക്ക് തള്ളി വിടണം.